ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നെക്സ്റ്റ് റോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എവിടെയാ ഗൈസ്? ഞങ്ങൾ പറയുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ ആംഗിൾ മാറ്റിക്കോട്ടെ. ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് ഞാൻ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയുമ്പോൾ ഞാനൊക്കെ വരുന്നത് വലിയൊരു സിറ്റിയിൽ നിന്നാണ്. വലിയൊരു സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റി എന്നൊന്നും പറഞ്ഞാൽ പോരാ. കാരണം ഫുള്ളി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്കായിട്ടുള്ള ഭയങ്കര, ഇപ്പം എങ്ങനെ പറഞ്ഞു തരിക, ഭയങ്കര അഡ്വാൻസ്ഡ്. ഞങ്ങൾ കുറേ ചിലവിലൊക്കെ പറയും ഞങ്ങൾ 4000കളിലാണ് ജീവിക്കുന്നത്. അതായത് ഞങ്ങൾ 30-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്നതെന്നൊക്കെ കുറേ പേര് ഒന്ന് പറയാറുണ്ട്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ടെക്ക് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഞങ്ങളുടെ. പക്ഷേ ഞങ്ങളുടെ അവിടെ വലിയൊരു ഡാമുണ്ട്. ആ ഡാമിൽ വെള്ളം നിറഞ്ഞ് ആ ഡാം എന്തൊക്കെയോ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുക. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. ആ ഡാമിന് എന്തോ കാരണത്താൽ ആ ഡാം പൊട്ടി. ആ ഡാമിൻ്റെ സൈസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതെനിക്ക് പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ നിൽക്കണം അവിടുന്ന്, ഞാൻ സ്ഥലം പറഞ്ഞു തന്നാൽ മതിയോ? അതായത് തൃശ്ശൂർ ജില്ലയുടെ അത്രയും, അതായത് തൃശ്ശൂർ ജില്ലയുടെ ഒരു പകുതിയും കവർ ചെയ്യും. അത്രയും വലിപ്പമുള്ളൊരു ഡാമാണ്. സോ ആ ഒരു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏതോ ഒരു കടലിൻ്റെ നടുവിലാണ്. അവിടെ കുറേ ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങൾ ഏതോ ഒരു കടലിൻ്റെ നടുവിലാണ്. ഞങ്ങൾ അടുത്ത് ലാൻഡ്സ് ഒന്നുമില്ല. അതായത് ഞങ്ങൾക്ക് പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല. ആകെ ഞങ്ങൾക്ക് പുറം ലോകമായിട്ട് യൂട്യൂബ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെയാണ് ഇപ്പോൾ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റി ഞങ്ങളുടെയായിരുന്നു. പക്ഷേ ആ ഡാം പൊട്ടി ഞങ്ങളുടെ സിറ്റീനെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്ത് അങ്ങനെ വന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങളിങ്ങനെ കറങ്ങാൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ 5-6 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഞാനും ആ 5-6 ഫ്രണ്ട്സിൽ ഞാനും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ പേര് സെറ്റ്ലോക്സ് എന്നാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ട് മാത്രം ഞങ്ങളൊരു കടയിൽ കയറിയിരിക്കുകയായിരുന്നു. അതായത് ബാക്കിയുള്ളവർ ഡ്രസ്സ് എടുക്കാൻ പോയി, ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറിയതായിരുന്നു. ഞങ്ങളെ അങ്ങനെ പെട്ടെന്നൊരു തിരമാല പോലെ വന്നിട്ട് സാധനം അങ്ങനെ ഞങ്ങളെ കൊണ്ട് പോയി. പിന്നെ ഞാൻ ഏകദേശം 6 ദിവസം ഫ്ലോട്ട് ചെയ്ത്, എനിക്ക് ഏകദേശം 4 ദിവസം എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നലെയാണ് ബോധം വരുന്നത്. ഞാനാണെങ്കിൽ കുറേ നീന്തി പിന്നെ ഞാൻ ഉറങ്ങി കിടന്ന്. രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ അങ്ങനെ വന്ന് കിടക്കുന്നു. നോക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു സ്ഥലത്തെത്തി. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, എൻ്റെ മറ്റേ ഫ്രണ്ടില്ല, ഞാൻ ഒരു ജ്യൂസ് കടയിൽ വന്നൊരു ഫ്രണ്ടില്ല, ഞാനും അവനും കൂടി, ഇവിടെ കുറേ അനിമൽസ്, ഇങ്ങനത്തെ കുറച്ച് അനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അവനും കൂടി, അവൻ നോക്കുകയാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക്, ഞാൻ ലെഫ്റ്റിലോട്ടാണ് പോയത്. അത് മാത്രം ഓർമ്മയില്ല. അതായത് പറഞ്ഞിട്ടൊരു സാധനം വന്ന് ഞാനങ്ങനെ ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് തെറിച്ചു. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ്, അതായത് വീണിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കടലിൻ്റെ ഇടയിലാണെന്ന്. ഞാൻ ആ കടലിൽ കുറേ ഫ്ലോട്ട് ചെയ്ത് ഇവിടെ എത്തി. അവിടെ എന്താ വീടെന്തോ കാണുന്നുണ്ടല്ലോ, അതെന്താ സാധനം? എന്തോ വീടൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ലക്ഷ്യം എന്താ വെച്ചാൽ ഏതെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. കാരണം ഇവിടെ ഇതെന്താ സംഭവം, കുറേ വീട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു മിഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സിറ്റീനെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചുകൊണ്ട് വരണം. പക്ഷേ സിറ്റി പോലും ആയിരിക്കത്തില്ല, ഒരു ചെറിയൊരു വില്ലേജ്. അതൊന്നും നടക്കുമെന്നും അറിയത്തില്ല, എന്നാലും മാക്സിമം നോക്കാം. അപ്പോൾ വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതായത് സ്പ്രെഡായി വെള്ളമൊക്കെ, ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിക്ക് സ്പ്രെഡായി.
എന്തായാലും ഇതെന്ത് സംഭവം? ഇതാടാ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാ? ട്രേഡ്, എമറാൾഡ്, സോംബി ഫ്ലഷ്. ഇതൊക്കെ എന്തെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല. ഇതാരാ? വലിയൊരു മനുഷ്യനെ. ഇയാളെ ഞാൻ അടിക്കാനൊന്നും നിൽക്കുന്നില്ല. എനിക്കിപ്പോൾ ഫുഡ് വേണം. പന്നീനെ കൊന്നിട്ടാണെങ്കിലും ഫുഡ് എടുക്കണം എനിക്ക്. അതാണ് ഇപ്പം എൻ്റെ ഒരു മിഷൻ. ചാവൂടാ. ഒന്ന് ശോകാവസ്ഥയായതുകൊണ്ടാണ് ഒന്ന് ഇപ്പം എന്താ ചാവാത്തേ? ചത്തു. ഇവിടെ പൂച്ചയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ആ ഒരു സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ സിറ്റി മാത്രം അവിടെ നല്ല പൊല്യൂഷൻ ആയത് കാരണം അവിടെ ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സിറ്റിയിൽ ഒരുപാട് അനിമൽസ് എക്സ്റ്റിങ്ക്ട് ചെയ്യും. അതുകൊണ്ട് അവിടെ പിഗൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇപ്പോൾ ക്യാമലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ എക്സ്റ്റെൻഡ് ആയി പോയതാണ് കാരണം ഞങ്ങളുടെ അവിടുത്തെ പൊല്യൂഷനൊക്കെ കാരണം. ഈ അയണൊക്കെ കിട്ടി. എന്താ ഒബ്സിഡിയനോ? അതൊക്കെ എന്താ സാധനം? എനിക്കെന്താ ഒബ്സിഡിയനൊക്കെ കിട്ടി. എനിക്കൊരു പാൻറ്റും കിട്ടി. സ്പിയർ, ബാക്കി 2 സ്പിയർ. ഏതെന്താ സാധനം? കുന്തോ? ഇതൊക്കെ എന്താ? ഇതെങ്ങനെ യൂസ് ചെയ്യും എനിക്ക് അറിയത്തില്ല. ചേട്ടാ ഇതെന്താ സാധനം? ഇവിടുത്തെ ആൾക്കും എൻ്റെ ഭാഷ അറിയത്തില്ല. ഇതെങ്ങനെ ഉപയോഗിക്കുക? ഞാൻ വല്ല അനിമൽസിനെ വല്ല ടെസ്റ്റ് ചെയ്യുക. ഇവിടുത്തെ ആർക്കും എൻ്റെ ഭാഷ അറിയത്തില്ല. ഇതെങ്ങനെ ഉപയോഗിക്കും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചു കൊല്ലാൻ പോവുക. പിക്കാക്സ് ഉണ്ട്. പിക്കാക്സിൻ്റെ ഗുണം എന്താ? ഓക്കെ. പിക്കാക്സ് വെച്ചാൽ നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഭാഷ എന്താ വെച്ചാൽ അങ്ങനെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. എനിക്കൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എനിക്ക് ഒബ്സിഡിയം കൊണ്ട് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ ഇപ്പോൾ ഒരു മിഷൻ എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്ത് സെറ്റ്ലോക്സിനെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ നിനാസ് അങ്ങനെ കുറേ പേരുണ്ട്. ഇതിൽ ആരെങ്കിലും എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. ആരെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. അപ്പോൾ ഗൈസ് നമ്മളൊരു വലിയ സീരീസ് ഇവിടെ തുടങ്ങാൻ പോവുക. ഇതിൻ്റെ പേരെന്താണൊക്കെ നിങ്ങളുടെ സജഷൻസും അല്ലെങ്കിൽ പേര് എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസ് എല്ലാവരും കൂടിയൊക്കെ നോക്കി ഞാൻ പേരിടുന്നു. എനിക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താ ഇനിയിപ്പോൾ വേണ്ടേ? ഞാൻ ഇവിടെ ബുക്ക് എന്തോ എനിക്ക് കാണുന്നുണ്ട്. ഞാനൊരു ചെസ്റ്റിൽ ഒരു ബുക്ക് എന്തോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട് തൽക്കാലത്തേക്ക് ഇത് എൻ്റെ ഒരു വീടാക്കാൻ പോവുക. ആകെ ഇതൊരു ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ബുക്കൊന്ന് വായിച്ചു നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സർവൈവൽ ഗൈഡ് പോലത്തെ എന്തോ ഒരു സംഭവമാണ്. ഈ ബുക്കിൽ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിക്ചേഴ്സൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് ഇവരുടെ ഭാഷ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ പിക്ചർ കണക്കെന്തോയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ മരം വെട്ടണം, എന്നിട്ട് എന്തോ ഒരു ടേബിൾ ആ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വേണം പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പിക്കാക്സ് ഉള്ളത് കാരണം നമ്മുടെ കയ്യിലുള്ളത് അയണാണ്. അപ്പോൾ അയൺ ഭയങ്കര അടിപൊളി സാധനമാണ്, OP സാധനം. ഈ പിക്കാക്സ് വെച്ച് നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. വേറെ സാധനങ്ങൾ എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഈ മരം വെട്ടാൻ മരത്തിൻ്റെ സാധനങ്ങൾ, ഇപ്പോൾ മരം വെച്ച് വീടുണ്ടാക്കുന്ന പ്ലാങ്കുകൾ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ സ്റ്റോൺ കിട്ടിയില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. ഇപ്പം നോക്കുമ്പോൾ സ്റ്റോൺ കിട്ടിയില്ല. ഇത് പക്ഷേ
കൈ കൊണ്ട് അതുപോലെ ആവത്തില്ല, സ്പിയറും കൊണ്ട് അങ്ങനെ ആവത്തില്ല, കൈ കൊണ്ടൊന്നും അങ്ങനെ ആവത്തില്ല. കണ്ടില്ല, അതാണ് സംഭവം. എന്താ ഇപ്പോൾ രാത്രിയായോ? രാത്രിയാകുമ്പോൾ നമ്മളെ അനിമൽസൊക്കെ പിടിക്കാൻ വരുന്നുണ്ട്. അനിമൽസ് അല്ല, കുറേ മോൺസ്റ്റേഴ്സൊക്കെ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ വീട്ടിൽ പോ. ഇത് നിങ്ങളുടെ സ്ഥലമല്ല, ഓർഡറോ. എൻ്റെ ഭാഷ ഒന്നും ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങി. ന്യൂ ഡേ. അപ്പോൾ ഇതെന്താ? ഇതാരാ? ഇതെന്താ? അയ്യോ, എന്താ ഇത്? പൊട്ടിത്തെറിക്കൂത്. അയ്യോ, പൊട്ടിത്തെറിച്ചു. ഇതെന്താ സാധനം? എനിക്ക് എന്തോ മോശി കോബിൾ സ്റ്റോൺ എന്തോ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും പറഞ്ഞ പോലെ ആ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്തോ ഒരു സാധനം വന്ന് പൊട്ടിയതെന്ത് പുൽച്ചാടിയാ, പുല്ല് പോലത്തെ എന്തോ ഒരു സാധനം വന്നിട്ട് എന്നെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ട് ആ സാധനം അങ്ങോട്ട് പോയി. അതെന്തിനപ്പോൾ അത് സ്വയം ചത്തു. എന്നിട്ട് എനിക്കറിയില്ല. എനിക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഹെൽമെറ്റ് ഉണ്ടാക്കാം, ബൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ബൂട്ട്സ് ഉണ്ടാക്കാം. ഗൈസ്, എനിക്കിനി ചെസ്റ്റ് പ്ലേറ്റും കൂടി ഇട്ടാൽ എനിക്ക് അയണിൻ്റെ ആർമർ ആവും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ടൂൾസ് എങ്ങാണ്ട് എന്തോ വേണം. അപ്പോൾ ഇനി എന്താ, സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഗൈസ്, ഇതിലൊരു ബുക്ക് പോലത്തെ ഒരു സാധനം ക്രാഫ്റ്റിംഗ് ടേബിളിൽ എന്തോ ബുക്ക് പോലത്തെ സാധനം ഉണ്ട്. അതിലപ്പോൾ ഗൈഡൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ അതുണ്ടാക്കുക. ആദ്യം നമുക്ക് വാളുണ്ടാക്കിയിട്ടുണ്ട്. പിക്കാക്സ് നമുക്ക് ആവശ്യമില്ലായിരുന്നു. നമുക്ക് അതിൽ സ്റ്റോൺ പിക്കാക്സിനെക്കാട്ടിലും കൂടിയായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിക്കാക്സ് ഇത് പൊട്ടും ഈ സാധനങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ടാകുക. ഷവലും ഉണ്ടാക്കിയിട്ടുണ്ട്. മതി സാധനങ്ങളൊക്കെ മതി. കണ്ടില്ലേ, ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാൻ ആക്സാണ് ബെസ്റ്റ്. പക്ഷെ എൻ്റെ ബെല്ലൊക്കെ ഉണ്ട്. സ്കൂള് പഴയ കാലത്ത് സ്കൂളുകളിലൊക്കെ ബെല്ലടുന്ന കേട്ടത്. എന്താ ഇയാളെങ്ങോട്ട് ഓടുന്നേ? ബെല്ലടിച്ച വില്ലേജ് വിടുക, സ്കൂൾ വിടുന്ന പോലെ. എനിക്ക് അറിയത്തില്ല. ഇവിടെ വേറെ സാധനമാണ്. ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അല്ല, നമ്മൾ നേരത്തെ. അപ്പോൾ ഞാൻ രണ്ടാമത് വേറെ ഒന്നും കൂടി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. വേറൊരെണ്ണം കൂടി ഉണ്ട്. അപ്പം അവിടെ വേറെ ലൂട്ട്സും കിട്ടുമോ? ക്രീപ്പർ എക്സ്പ്ലോർഡ് ആയ സ്ഥലം. ദാ കണ്ടില്ലേ? ഫുഡില്ല എനിക്ക്. കണ്ടില്ലേ? ഡയമണ്ടോ? കൊള്ളാം, വെരി നൈസ്. ഡയമണ്ടൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആപ്പിള്, പിക്കാക്സ്. ഗൈസ്, ഞാൻ ഈ ചെസ്റ്റ് അങ്ങോട്ട് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഞാൻ എൻ്റെ ചെസ്റ്റ് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. കാരണം ചത്തുപോയ എൻ്റെ ഈ സാധനങ്ങളൊക്കെ പോകും. കുതിരയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയണിൻ്റെ ഇൻവെറ്റൊന്നും കിട്ടിയില്ല. അത് നമ്മൾ മൈനേ എടുക്കണം. എനിക്ക് മറ്റതിനേക്കാൾ ഈ സാധനം നല്ല OP ലൂട്ട് തന്നു. നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോയ്ക്ക് എടുക്കുന്ന ഒരു അടയാളം വേണമല്ലോ. അടയാളം എന്താണെന്ന് വെച്ചാൽ മോശി കോബിൾ സ്റ്റോണ്, പിന്നെ സാധാ കോബിൾ സ്റ്റോണും ഇങ്ങനെ നിൽക്കുന്നതും എൻ്റെ ടെമ്പററി വീട്. വേണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പഠിച്ച ഏകദേശം ഇവിടെ എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. സംഭവം ഇവിടെ നല്ല ടഫ് ലൈഫാണ്. കാരണം എൻ്റെ സിറ്റിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. ഒരു മെഷീൻ മതി.
അവിടെ വീട് കെട്ടണമെങ്കിൽ റോബോട്ടുകളൊക്കെ വന്ന് കെട്ടിപ്പോകും, കാരണം അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. ഇവിടെ നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ പണിയണം, നല്ല പാടാണ്. എനിക്ക് ഫുഡ് അർജൻറ്റാണ്. നമ്മുടെ ഇപ്പോൾ വാളില്ല, അപ്പോൾ നമുക്ക് അനിമൽസിനെ കൊല്ല. എൻ്റെ ഫ്രണ്ട് സെറ്റ്ലോക്സിനെ നോക്കുകയാണെങ്കിൽ വേറെ ദിശയിലോട്ടാണ് പോയത്, ഞാൻ വേറെ ദിശയിലോട്ടാണ് പോയത്. പക്ഷെ അവന് നീന്താൻ അറിയാം, എനിക്കും നീന്താൻ അറിയാം. പക്ഷേ ഞാൻ മയങ്ങി വീണു. പക്ഷേ എനിക്ക് വെച്ചാൽ എന്തോ ഒരു ഡിസീസാണ്, അതായത് എനിക്ക് വെള്ളം അധികം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അവിടെ മയങ്ങി വീണു. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ വെള്ളത്തിലൊക്കെ സർവൈവ് ചെയ്യും. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി വരും എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട്, എൻ്റെ ലൈഫൊക്കെ കുറഞ്ഞിട്ട്. ഈ സാധനം കൊടുത്താലേ നമുക്കെന്തോ എമറാൾഡ് എന്തോ തരും എന്ന് പറഞ്ഞാൽ. ഇവിടെ ആൾക്കാർ ഫാമൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഫാം പറയുമ്പോൾ ഞങ്ങളുടെ അവിടെ അനിമൽസൊക്കെ ഫ്രീ ആയി നടക്കുക ചെയ്യുക. കാരണം ഞങ്ങളുടെ അവിടെ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഫുഡ് അനിമൽസിൻ്റെ മീറ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം അവിടെ അനിമൽസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഒറിജിനൽ അനിമൽസിൻ്റെ മീറ്റ് തിന്നാറുള്ളൂ. ഞങ്ങൾ തിന്നാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സാധനങ്ങൾ കൊടുത്ത് നമുക്ക് ഏതൊരാൾ എമറാൾഡ് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്ന് മറന്നുപോയി. അപ്പോൾ നമ്മുടെ വീട് ഏതായിരുന്നു പറഞ്ഞ പോലെ. ഈ ഒരു എപ്പിസോഡ് 1 നമ്മൾ ഞാൻ ചത്തന്നിപ്പോൾ. എപ്പിസോഡ് 1 നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഈ സാധനങ്ങളൊക്കെ പുറത്തൊക്കെ എന്തിനാ, സോഫയാണ് എന്നാൽ ഒന്നും മതി, ഇവിടെ വന്നിരിക്കട്ടെ. ഇവിടെ എൻ്റെ ഡയമണ്ട്, എൻ്റെ സമ്പാദ്യങ്ങൾ, ഈ സാധനങ്ങളൊക്കെ എനിക്ക് എൻ്റെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ 2 സാധനം കൊടുക്കുക. ചെസ്റ്റ് പ്ലേറ്റ് എന്തായാലും ഞാൻ ഇടുക. പിന്നെ കോഴ്സ് ആർമർ ഫുഡ് എൻ്റെ ഉണ്ടായിട്ടാണ്. അത്യാവശ്യം നമുക്ക് ഫുഡ് കിട്ടും. ഈ ഒരു സാധനം എൻ്റെ ആരെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനാണ്. പിന്നെ ഒബ്സിഡിയന്, ഈ സ്പിയർ അതവിടെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഡയമണ്ട് കിട്ടി. ഈ ഡയമണ്ട് വെച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ബ്ലാക്ക് സ്മിത്ത് എന്തോ ആണ് എന്നാണ് ഇതിനെ പറയുന്നതെന്നാണ് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇതാണ് നമ്മളുണ്ടാക്കിയ വീട് അല്ല, ഇതല്ലേ? തെറ്റി വെച്ചു. അത് കാരണം ഈ ഒരു വീടിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയണം. അല്ല, വ്യത്യാസമുണ്ട്, എന്നാലും ഈ ടോപ്പിലുള്ള സാധനമൊന്നും അവർക്ക് വേണ്ട. ആയിട്ട് ഇങ്ങനെ ഒരു എയറിലുള്ള സാധനം പറഞ്ഞു കൊടുക്കട്ടെ. ഏതാ? അയ്യോ, ഓക്കെ, ഞാനെന്തായാലും ഇനി ഈ സാധനത്തിനെയും കൂടി കൊല്ലട്ടെ. എനിക്ക് സത്യം പറഞ്ഞ ഒട്ടും വയ്യ. ഇതിനെങ്ങനെ കുക്ക് ചെയ്യുക എന്നൊക്കെ അറിയണം. ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സെറ്റ്ലോക്സ്, അവന് നോക്കുകയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ നല്ല സ്കിൽസ് ഉണ്ട്. അതായത് അവന് ഈ സാധനങ്ങളൊക്കെ വേഗം പഠിച്ചെടുക്കും. എനിക്കാണ് ഒരു മണ്ണാങ്കട്ടെ അറിയാത്തത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. സോ ഇത് ഭയങ്കര പാടാണ്. ഞാൻ ഒരു മോഡ് കയറ്റുന്നുണ്ട്, അതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും വേഗം. കാരണം ഓഫ് വീഡിയോ നോക്കും, ബാക്ക് ടു വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ ആർമർ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എനിക്ക് കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ മാത്രം മതി. സോ വീഡിയോ ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക, എനേബിൾ ചെയ്യുക. സോ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ മാക്സിമം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ പോകുന്നതായിരിക്കും. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, കാരണം അവൻ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പോകും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക. എഡിറ്റിംഗ് ഉണ്ടാവത്തില്ല ഈ ഒരു വീഡിയോയ്ക്ക്, കാരണം ഇത് ഭയങ്കര ഇതായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഡയറക്റ്റ് അപ്ലോഡഡ് വീഡിയോ ആയിരിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ.